സ്ത്രീയെ ഒട്ടും നാണമാനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഒരു ഷോപ്പിൽ ചെന്ന് തുണി എടുത്ത് നിങ്ങളെ കാണിക്കുമ്പോ അവരോട് നിങ്ങൾ പറയോ നാണമില്ല സ്ത്രീയെ എന്ന് പറയോ? ഇറങ്ങി പോടോ. വേണ്ട, നീ ഇറങ്ങി പോട്ടെ. നിന്നെ ഇവിടെ ഇട്ട് ഞാൻ ഈ വസ്ത്രങ്ങളെല്ലാം കാണിച്ച് നിന്നെ അസൂയയുടെ മുൾമുൻപിൽ ഞാൻ കയറ്റും. മനസ്സിലായോ? മുള്ളാണ്ട് ഇങ്ങനെ ഇരിക്കുക, അതിനകത്ത് ഇങ്ങനെ നീ ഇങ്ങനെ നടന്ന് ശീലിക്കും. നീ ഇവിടുന്ന് പോകരുത്. നീ ഇതെല്ലാം കണ്ട് നിന്റെ ഹൃദയം കിടന്ന് ഡും 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 എന്ന് ഇരിക്കണം. ബുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ല. കറക്റ്റാ. നിനക്ക് ഒരു ബുദ്ധിയും തൊട്ട് തീണ്ടിയിട്ടില്ല. നീ അതുകൊണ്ട് ഇവിടെ കിടക്കണം. മനസ്സിലായോ? എനിക്ക് ബുദ്ധിയില്ല. എന്നാ ഞാൻ ജീവിച്ചു പോകുന്നില്ല ഇവിടെ. എടാ കോന്തി, എനിക്ക് ബുദ്ധിയില്ല, എന്നിട്ട് ഞാൻ ജീവിച്ചു പോന്നു. നീയൊക്കെയോ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അവിടെ എഴുതി പിടിപ്പിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. നിത്യ നല്ല കൂട്ടുകാരിയാണ്. ആ നിത്യ നല്ല കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞു. അതാ മനുഷ്യത്വം ഉള്ളവര്. കണ്ടോ, നിത്യക്കറിയാം എവിടെയാണ് വസ്ത്രങ്ങൾ കൊടുക്കേണ്ടതെന്ന്. അതുപോലെ നിങ്ങളും കൂടെ വസ്ത്രമെങ്കിൽ വസ്ത്രം, ഭൂമിയെങ്കിൽ ഭൂമി. എപ്പോഴാ നിങ്ങൾക്ക് വടിയാവുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അയച്ചതാണ്. എന്നിട്ട് ലോകം മുഴുവൻ പേരെടുക്കും. അപ്പൊ നിത്യ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിത്യ നല്ല കൂട്ടുകാരിന്ന്. നിങ്ങളെപ്പോലെ തന്നെ നിത്യ ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാ കാണുന്നത്. എനിക്ക് ആ നിത്യയെ കണ്ടിട്ട് പോലും ഇല്ല. മനസ്സിലായോ? നിത്യ ഞാൻ കണ്ടിട്ടില്ലടോ. നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് നിത്യം. എന്റെ ലൈവ് വീഡിയോ കാണുന്ന ആളുകളിൽ ഒരാള് മാത്രമാണ് നിത്യ. അല്ലാതെ എനിക്ക് പണ്ട് പുരാതന കാലം തൊട്ടുള്ള കൂട്ടുകാരിയൊന്നും അല്ല. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഈ ലൈവും വീഡിയോയും ഒക്കെ കാണുന്ന ഒരാളാണ് നിത്യ. നിത്യ നല്ല മനസ്സുള്ള ആളാണ്. നിത്യയെ ഞാൻ